ഹായ് പറ. എന്റെ നെഞ്ച് കൊട്ടി വാ അത് അതെന്താ സംഭവമേ ഇന്നലെ മറ്റേ എന്റെ നെഞ്ച് പൊട്ടിപ്പാടണം ല്ലേ ആ പാട്ടുകൾ കേൾപ്പിച്ചു കൊടുത്തിട്ട് എനിക്ക് കൂമ്പാളോടൊക്കെ സ്വാഗതം പറ. സ്വാഗതം പറയും അതിന് കൂമ്പാളോടൊക്കെ സ്വാഗതം പറ. ചോറ് വിശേഷം തുടങ്ങ കൊടുത്താളല്ല ഒരു ഏട്ടന് കൊടുത്താ നമ്മള് ചോറ് വിശേഷമാണ്. പക്ഷെ കണ്ട നല്ല പഴുത്ത മാങ്ങ കണ്ട മാങ്ങ നല്ല മുളകിലിട്ടിട്ട് നല്ല മുളകൂട്ട് വരക്കേ മാങ്ങ ഇടുക. തുടർച്ചയായിട്ട് പെയ്യുന്ന മഴയുടെ ഒരു ഊണ് വിശേഷത്തിലേക്കാണ്. ചോറ് വിശേഷം പറഞ്ഞാല് ചോറിന്റെ വീഡിയോ 3-4 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. പിന്നെ ഉച്ചക്ക് ഞാനും അമ്മയും ഉണ്ടാവും. നീതും ഉണ്ടാവില്ലേ? വളരെ അമ്മ ഉണ്ടത് ഉറപ്പായില്ല. ഒരാടി അടിരി അപ്പൊ അതല്ല ചോറ് വിളമ്പ്. ചോറ് വേണ്ടേ? ആ നോറൊക്കെ തരോ. ഒരിക്കൽ വിളമ്പ് കുറച്ചും കൂടി വിളമ്പ്. രണ്ടോണ്ടോ അമ്മ പിന്നെ കുറച്ച് നേരത്തെ ചോറ് തിന്ന് നമ്മള് ഒരു റീല് ഷൂട്ട് ചെയ്യാണ്ടിരുന്നു. അപ്പൊ ഞാനും നിജോ 2 മണിയായി. ഇപ്പൊ അച്ഛൻ പറഞ്ഞു തരാ നമുക്ക് മൊബൈൽ കാണിക്കണ്ടേ, വീഡിയോ കാണിക്കണ്ടേ. കുട്ടിപ്പാളിന്റെ പറഞ്ഞേ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ തന്നെ ഫസ്റ്റ് തന്നെ നോറ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ. അത് ഒരു പച്ച മാങ്ങ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ നീതിയോട് പറഞ്ഞ അത് മാങ്ങാ സംബന്ധിയായിട്ട് അരച്ചോന്ന് പറഞ്ഞു. മാങ്ങാ സംബന്ധി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനെടുത്തരാ സാഡിയാവും. കുറച്ച് ഒരു പാട്ട് പാടി കൊടുത്തേ. പാടണ ആ പാട്ട് അത് നമ്മളെ കൈകൊട്ടി കളിക്കുന്ന പാട്ട്. അപ്പൊ നമ്മളിതാ സമ്മന്തി വേണ്ട. പണ്ടത്തെ കാലത്തല്ല ഒരു നമ്മളെ സ്കൂൾ പഠിക്കുന്ന അന്ന് നമ്മള് ചോറ് കൊണ്ടല്ലോ. സ്കൂളിലെ കഞ്ഞിയാന്ന്. പക്ഷെ അന്ന് ചോറ് കൊണ്ടുവരുന്ന ചുരുക്കം കുട്ടികളുണ്ട്. സാധാരണ കൊണ്ടുവരുമ്പോ ചിലപ്പോ ചോറ് ഒരു ഉരുള സമ്മന്തിയോ ഒരു വറവ് ഉരുള സമ്മന്തി ഉണ്ടാവും. അധികം വറവൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് ഹൈ ഉണ്ടാവും. ഉരുള സമ്മന്തി എന്റെ ഓർമ്മയില് സ്കൂൾ പഠിക്കുന്ന ഞാൻ 2-3 പ്രാവശ്യം ചോറ് കൊണ്ടേയുള്ളൂ. ബാക്കി സ്കൂൾ കഴിഞ്ഞത്. അപ്പൊ ഉരുള സമ്മന്തിന്റെ ഒരു പിള്ളേർ ചോറുന്ന കാണാം. നമുക്ക് തരൂ ചങ്ങായി തരൂ ഉരുള സമ്മന്തി, പച്ചമാങ്ങ സമ്മന്തി, ഉരുള സമ്മന്തി ഉരുളിയാക്കിട്ട് മൊബൈൽ ആണ് ആൾക്കാർ കാണണം. നോറെ തിന്നേ തിന്നുന്നില്ല. അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഇനി പിന്നെ ചക്കയുണ്ട്. ഇന്നലെ വീട്ടിലെ പ്രീതിയേച്ചി തന്നെ ആക്കിയാണ്. ദിവസം ചക്കയില്ലായി. ചക്കയെല്ലാം വെള്ളം കയറ്റി ഇനി അത്ര ഒരു രസം ഉണ്ടാവില്ല. ചക്ക വേണ്ടേ? രസമുണ്ട്. എനിയിലത് വെക്കാൻ അത്ര മുളയെല്ലാം വന്ന രസം ഉണ്ടാവും. നമ്മളെ നിജുവാണ് ഇന്ന് വീഡിയോ പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ വെച്ചാലോ ഓനിലേക്ക് തെറ്റിപ്പോയി. കേരളനാടെ ബെറല് കണ്ടിട്ട് ഞാൻ കുറെ പറഞ്ഞു ഈ പ്രാവശ്യം ഞാൻ മര്യാദയ്ക്ക് പഠിക്കാറുണ്ട്. നിജോ പഠിക്കാൻ പറ്റിയുള്ളു. ഇനിയിപ്പോ 2 ദിവസമല്ലേ സ്കൂളൊക്കെ നിവൃത്തം കഴിയണ്ടേ. അവൻ ഈ പ്രാവശ്യം സ്കൂൾ വിട്ട് വിചാരിച്ച പോലെ കളിക്കാൻ പറ്റില്ലല്ലേ. മഴയോ ഇതുപോലെ ഒന്നാമത് നമ്മളെ ഈ ഭാഗത്ത് ഇവനെ പോലത്തെ പിള്ളേർ കുറവാണ്. രാവിലെ പോയാൽ ഉച്ചക്ക് ചോറിനാൻ വരും. പിന്നെ ആദ്യം ഉച്ചക്ക് പോയി ഒരു 10 മണിക്ക് വളർന്നല്ല ആരും ഇല്ല. അച്ഛനില്ലാത്ത സ്കൂള് കൂട്ടിയാലും സ്കൂളിൽ ഇല്ല. സ്കൂള് കൂട്ടിയല്ലേ രാവിലെ പോയ ഉച്ചക്ക് ചോറിനാൻ വന്ന് വൈകിട്ട് സന്ധ്യക്കെല്ലാം കയറി വരുവാ. ഇന്നലെ അമ്മ വെച്ചാലും വന്നിരിക്കുന്നു കളിച്ച് യോധയില് ചകതി വരുന്ന പോലെ.
ഇത് ചക്കയാണ്. ഇവിടെ ചക്കനോ ചക്ക ഇടാ. അപ്പൊ ഇത് ചക്ക. പിന്നത്തെ സ്പെഷ്യൽ ഇത് പിന്നെ ഉള്ളത് ഇതാ മുരിങ്ങ ചപ്പ് വറവ്. അത് ഇന്നലത്തെ അതും വയ്യപ്പത്തെ ഇന്നലത്തെ കാറ്റിന് ഒരു കൊമ്പ് പൊട്ടിയേനും വയ്യപ്പത്തെ ഒരു ചെറിയൊരു മുരിങ്ങ. അപ്പൊ കാറ്റ് കൊമ്പ് ഞാൻ കുറെ ഒടിച്ചല്ലേ കഴിഞ്ഞ ഒരു കൊമ്പുണ്ടേനു. ഇപ്പൊ മുരിങ്ങ ചപ്പ് വറവ്. ഒരുപാട് അറിയും മഴക്കാലത്ത് മുരിങ്ങാച്ചപ്പ് കൂട്ടും. മഴക്കാലത്തല്ല, അത് കർക്കിടകത്തിലാണ്. ആ കർക്കിടകത്തില് വിജുവാനെല്ലാം തലതിരിച്ചിട്ടേ പറയും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ചോറിന്റെ വീഡിയോയില് വിജുവാട്ടനില്ലേ ഇല്ലെന്ന് വെക്കാം. അതുകൊണ്ടാണ് നമ്മള് വിജുവാനെ തന്നെ പിടിച്ചിരിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ചോദ്യല്ലാന്ന്. വിജുവാട്ടൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, നോറയും നിജാവും ഫാൻസ് അസോസിയേഷൻ ഉണ്ട് അല്ലേ. ഏറ്റവും നല്ല ചപ്പ് മുരിങ്ങ. ഇത് കാഴ്ച ശക്തി കൂടുമ്പോ മുരിങ്ങ ചപ്പ്. മറ്റേ ഈ ബോംബെ ചപ്പ് നമുക്ക് ഇഷ്ടം. ശരിക്കും ഇതിനെ രണ്ട് കുരുവും കൂടി കൂട്ടണം. മുരിങ്ങാ ചപ്പും കുരു കൂട്ടാനി ചക്കി ഉണ്ടായാലും മുരിങ്ങാ ചപ്പിന്റെ വറവിന്റെ അപ്പുറം രണ്ട് കുരു കൂടി കൂട്ടണം. പിന്നെന്താ കറി എന്നാ ഇത് വന്ന സൈഡ് ഡിഷാണ്. മെയിൻ കറി നമ്മളെ മെയിൻ കറി. ഇത് ഉണക്കമുള്ള തേങ്ങ അരച്ചിട്ട് വെച്ചത്. അതായത് ഉണക്കമുള്ള വറുത്തിട്ട് 2 ദിവസത്തേക്ക് പച്ച മീനിന് റസ്റ്റ് മീൻ മേടിക്കണ്ട. ഉണക്ക മേടിച്ചിന് മീൻ വാങ്ങണം, മീനിനെ മേടിക്കാം. അങ്ങനെ നമ്മളെ ഒരു കാലത്തെ അതായത് സമ്മന്തി പാലിരുന്ന ആ ചുറ്റളവിലെ മീനിന് ഇപ്പോഴത്തെ നിരോധന. അതിനിപ്പോ മീന് വില കൂടും. ഇത് ഉണക്കമുള്ള വറുത്തിട്ട് ജൂൺ 9 മുതല് ജൂലൈ 30 വരെ 31 വരെ ട്രോളിംഗ് ആണ്. അപ്പൊ മീന് വില കൂടും. അപ്പൊ ഇത് വെച്ചതുപോലെ പറയൂ. മുഴുവൻ വറുത്തിട്ട് തേങ്ങ അരച്ചതിന്റെ അകത്ത് ഇടുവേദിന്. അതാണ് വെറുങ്ങനെ ഇട്ടതല്ല. ഇത് കൂട്ടി വെക്കട്ടെ, നോർക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അത് വേറെ വിഷയം. ഓഹോ, നോറൊക്കെ ഉപ്പിയില്ലെങ്കിൽ ചോദിക്കും ഉപ്പിയില്ലേന്ന്. അടിപൊളിട്ടാ, സൂപ്പർ സാധനം. നമ്മളെ ഈ ഉണക്കിൽ കൊണ്ട് പുളിഞ്ചാറാവുക. ഉണക്കിൽ കൊണ്ട് പുളിഞ്ചാറ് പുളിഞ്ചാച്ചാല് പുളിഞ്ചാറ് അറിയാതെ ആളുണ്ടല്ലേ. അതായത് പുളിയും മുളകും മീൻ പുളിയും മുളകല്ലേ ഉണക്ക് പുളിഞ്ചാറ്. പക്ഷെ വെള്ളം പോലെ ലാട്രൂസ് പുളിഞ്ചാറ് എന്ന് പറയും. അപ്പൊ ഇത് അതിനവിടെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതല്ല ഇന്നത്തെ നമ്മളെ ഇതല്ലേ. ഇതിനടുക്ക് ഇതണ്ട. ഇത് ഇന്നലെ നോറക്ക് നിജോനും വേണ്ടിട്ട് ഞാൻ ഒരു കാട കൊണ്ട് 2-3 കാട മേടിച്ചിരുന്നു. അപ്പൊ രാത്രി ഇവർക്ക് പൊരിച്ചു കൊടുത്ത് ചോദിക്കല്ലോ കഷ്ണം കൊടുക്കും. തല ഇത് കൊടുക്കല കാട പൊരിച്ചത് പറ. ഓ നീ പൊരിച്ചത് പൊരിച്ചത്. അപ്പൊ തൽക്കാലം ബായ് പറയാ. അല്ലെങ്കിൽ ബായ് വരട്ടെ. ഏട്ടന് ചോറ് തിന്നണം പറ. എന്നാ പിന്നെ പറഞ്ഞോ. ബായ് പറഞ്ഞോ. ബൈ.